ഞാൻ മഹാദർശനത്താൽ വിവശനായി തീരും ഞാൻ. മഹത്വത്തിൽ ആദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ചോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യം. സ്തോത്രം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഈ സന്ധ്യാസമയം ഈ പ്രയർ ലൈനിൽ ആരെങ്കിലും മനത്തകർച്ചയുമായി മാനസിക ഭാരവുമായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ദൈവം അവരെ വിടുവിപ്പാൻ സർവശക്തിയുള്ള ദൈവമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ ദൂരത്ത് നിന്ന് അറിയുന്ന ദൈവമക്കളെ, അവന് മറഞ്ഞിരിക്കുന്ന യാതൊരു വിഷയങ്ങളുമില്ല. ഈ സന്ധ്യാസമയം ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന്മേൽ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ വിഷയത്തിന്മേല് ദൈവം അത്ഭുതം പ്രവർത്തിപ്പാൻ അവൻ സർവശക്തിയുള്ള ദൈവമാണ്. എന്തുകൊണ്ടെന്നാൽ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവരുടെ മുറിവുകളെ അവൻ കെട്ടുന്ന ദൈവമാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കും ഈ സന്ധ്യാസമയം. പ്രയറിലേക്ക് കടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ പല സ്ഥലങ്ങളിലായിരിക്കുന്നതിനെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ബന്ധിക്കപ്പെട്ടവരായി ഏക മനസ്സോടെ, ഹൃദയത്തോട്, ഏകാത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ സന്ധ്യാസമയം നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഒരു പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി ബ്രദർ രാജൻ എബ്രഹാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നൗ ബ്രദർ രാജൻ എബ്രഹാം വിൽ സിംഗ് എ സോങ്. പ്രൈസ് ദി ലോർഡ്. പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ, പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ. പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു. കഷ്ടങ്ങളെല്ലാം തീർന്നിടുമേ കാന്തനാമേശു വരുമ്പോൾ. കഷ്ടങ്ങളെല്ലാം തീർന്നിടുമേ കാന്തനാമേശു വരുമ്പോൾ. കാത്തിരുന്നിടാം ആത്മബലം ധരിക്കാം, കാത്തിരുന്നിടാം ആത്മബലം ധരിക്കാം. കാലങ്ങളേറെയില്ല, കാലങ്ങളേറെയില്ല. പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. യുദ്ധങ്ങൾ ക്ഷാമങ്ങളേറിടുമ്പോൾ ഭാരപ്പെടേണ്ടതുണ്ടോ? യുദ്ധങ്ങൾ ക്ഷാമങ്ങളേറിടുമ്പോൾ ഭാരപ്പെടേണ്ടതുണ്ടോ? കാഹളം ധ്വനിക്കും വാനിൽ മണവാളൻ വരും, കാഹളം ധ്വനിക്കും വാനിൽ മണവാളൻ വരും. വിശുദ്ധിയോടൊരുങ്ങി നിൽക്കാം, വിശുദ്ധിയോടൊരുങ്ങി നിൽക്കാം. പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. ഈ ലോക ക്ലേശങ്ങളേറിടുമ്പോൾ സാരമില്ലെന്നിടുക. ഈ ലോക ക്ലേശങ്ങളേറിടുമ്പോൾ സാരമില്ലെന്നിടുക. നിത്യസന്തോഷം എത്രയോ ശ്രേഷ്ഠം, നിത്യസന്തോഷം എത്രയോ ശ്രേഷ്ഠം. നിത്യമയങ്ങുവാണിടും, നിത്യമയങ്ങുവാണിടും. പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ.
വീണ്ടെടുക്കപ്പെട്ട നാം പാടിടൂ. മൃത്യുവെ ജയമെവിടെ, വീണ്ടെടുക്കപ്പെട്ട നാം പാടിടൂ. മൃത്യുവെ ജയമെവിടെ, യുഗായുഗമായി നാം പ്രിയൻ കൂടന്നു, യുഗായുഗമായി നാം പ്രിയൻ കൂടന്നു. തേജസ്സിൽ വാസം ചെയ്തിടോ, തേജസ്സിൽ വാസം ചെയ്തിടോ. പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ, പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ, പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ. പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Thank you, brother. Hallelujah. പ്രത്യാശയുടെ പാട്ട് പാടുവാൻ നോക്കണം. കർത്താവിന്റെ ദാസൻ രാജൻ അബ്രഹാമിനെ ദൈവം സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹാലലൂയ. മക്കളെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഹാലലൂയ, സ്തോത്രം. ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ, വിശുദ്ധിയോട് വേർപാട് ജീവിപ്പാൻ, ദൈവം നമ്മളെ സഹായിപ്പാൻ, അവന്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുവാൻ നിൽക്കണം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവിന്റെ ദാസനെ കുടുംബാട് ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. തുടർന്ന് നമ്മൾ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ദൈവവും വചനവും പഠിപ്പിച്ച ദൈവദാസന്മാരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് കാത്തു പരിപാലിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ അനേകർക്ക് അവർ അനുഗ്രഹമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ഹാലലുയ, സ്തോത്രം. തുടർന്നുള്ള ചില ബുധനാഴ്ചകളിൽ കർത്താവിന്റെ ദാസൻ മാത്തുക്കുട്ടി ശമുവേൽ ദൈവവചനം നമ്മളോട് പഠിപ്പിക്കും. കർത്താവിന്റെ ദാസനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സന്ധ്യാസമയം കർത്താവിന്റെ ദാസൻ മാത്തുക്കുട്ടി ശമുവേൽ നമ്മളോട് ദൈവവചനം പഠിപ്പിക്കും. കർത്താവിന്റെ ദാസനെ വഹിച്ചുകൊണ്ട് പാട്ടുപാടിയ രാജൻ അബ്രഹാമിനെയും വഹിച്ചുകൊണ്ട് ഇപ്പോഴുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ചുകൊണ്ട് ഈ സന്ധ്യാസമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരും സംസാരിപ്പാൻ നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. എല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാള് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പരമപിതാവേ, ഈ രാത്രി സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പ്രേരണയിൽ കൂടി കർത്താവേ, പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ, ഏകമനസ്സോടെ ഏകഹൃദയത്തോടെ അപ്പച്ച അവിടുത്തെ സന്നിധാനം കടന്നു വന്ന അബ്ബാപിതാവേ വിളിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പാൻ കർത്താവ് തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പ്രേരണയിൽ പാട്ടുപാടി കർത്താവെ അനുഗ്രഹിച്ച ദൈവദാസനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ഈ പ്രേരണയിൽ കൂടി കർത്താവേ, അവിടുത്തെ വചനം, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളെ പഠിപ്പിച്ച ദൈവദാസന്മാരെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവേ പ്രാർത്ഥിക്കുന്ന ദൈവമേ, കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങൾ വചനത്തിന്റെ മുൻപാകെ ആയിരിക്കുന്നല്ലോ. വചനവുമായി കടന്നു വരുന്ന മാത്തുക്കുട്ടി ശമുവേൽ പാഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. അവിടുത്തെ മാറ്റമില്ലാത്ത വചനാധികാരത്തോടെ അഭിഷേകത്തോടെ ആത്മനിറവോടെ കർത്താവേ ഞങ്ങളോട് വിളിച്ചറിയിപ്പാൻ പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേൾക്കുന്ന വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ കർത്താവേ, ഹല്ലേലൂയ. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാൻ, അനേകരെ ഒരുക്കുവാൻ കർത്താവേ ഇവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലൈൻ ലീഡ് ചെയ്യുന്ന ദൈവദാസനായി സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൈനിലായിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അവിടുത്തെ പാദപീഠത്തെങ്കിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ അല്പസമയം അവിടുത്തെ സന്നിധാനം ഇരിക്കട്ടെ അപ്പച്ചാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവേ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ആഴങ്ങൾ അറിഞ്ഞ അപ്പച്ചൻ പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വിഷയങ്ങളിൽ മേൽ അപ്പച്ചൻ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവമാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും എല്ലാ അപ്പച്ചന് തരുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ആമേൻ. സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ ദൈവവചനം പഠിപ്പാന്ന് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ അവൻ മാത്തുക്കുട്ടി ശമുവേലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ മഹത്വം. അനുഗ്രഹീതമായ ഈ സന്ധ്യയുടെ യാമത്തിങ്കൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് സാവകാശം വധിക്കുക. അവന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും
കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നിങ്ങളുമായി ദൈവവചനം പങ്കിടുവാൻ വരും ദിവസങ്ങളിൽ ചില ആഴ്ചകളിൽ ദൈവമായ കർത്താവ് സാവകാശം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമായി തീർന്ന ഒക്ലഹോമ പ്രേയറിലുള്ള എല്ലാ ഭാരവാഹികളെയും എന്റെ നന്ദിയെ അറിയിക്കുന്നു. നാം പ്രത്യേകാൽ ഈ ബുധനാഴ്ച രാത്രിയിൽ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് ദൈവവചനം പഠിക്കുവാൻ വേണ്ടിയാണല്ലോ. ഒരു ഉണർവ് പ്രസംഗം ചെയ്യുവാനല്ല ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. നാം ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടതായ ദൈവവചനത്തിലെ കാതലായ ചില വിഷയങ്ങൾ എടുത്ത് ഒരു പഠനം പോലെ ചെയ്യുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആ പഠനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമുക്ക് പ്രചോദനം നൽകുന്നതിനൊപ്പം തന്നെ മറ്റാരെങ്കിലും നമ്മെ ദൈവവചനത്തിന്റെ സംശയങ്ങളുമായി അടുത്തു വന്നാൽ അവരോട് മറുപടി പറയുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കി തീർക്കേണ്ടതിന് ദൈവവചന പഠനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നതായ ആ വിഷയമാണ്. ആകയാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളായിരിക്കുന്നതും നാം അറിഞ്ഞിരിക്കേണ്ടതും നമ്മെ വിശ്വാസത്തിൽ മുൻനിർത്തി അതേ മുൻപോട്ട് നടത്തുവാൻ ശക്തവുമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ആണ് ഈ ദിവസങ്ങളിൽ നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ സ്ലോ ആയിട്ട് ഇന്ന് രാത്രി അതേ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രാരംഭത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് ദൈവം എന്നത്. എന്നാൽ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ആളത്വത്തെക്കുറിച്ച്, ദൈവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെല്ലാം പ്രവർത്തിക്കുന്നു എന്നുള്ളതായ ആ വിഷയങ്ങളെക്കുറിച്ചാണ് പ്രാരംഭത്തിൽ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ളതായ താല്പര്യമുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവം ആര് എന്ന് അറിയുവാനും അതിനുവേണ്ടി അതേ ജാതി വ്യത്യാസം കൂടാതെ ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ നാം ദൈവവചനത്തിന്റെ വെളിച്ചത്തിലാണ് ദൈവം ആരെന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. The only true knowledge about God can be gained from the Bible. ദൈവവചനത്തിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ളതായ അറിവ് അതേ വേദപുസ്തകത്തിൽ കൂടെയാണ് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം, അതേ നിത്യനായ ദൈവം, ഇറ്റേണൽ ഗോഡ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നാം ധാരാളം ചിന്തിക്കുകയും ധ്യാനിക്കുകയും അത് നമുക്ക് പല അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വിഷയങ്ങൾ ഒന്നുകൂടെ നാം അയവിറക്കുകയും മറ്റേതെങ്കിലും വ്യക്തികൾ നമ്മെ അതേ ആ അടുക്കൽ വന്നോ ദൈവത്തെക്കുറിച്ച്, ജീവനുള്ള ദൈവത്തെക്കുറിച്ച്, നിത്യനായ ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറയുവാൻ നാമും അതിന് അതേ പ്രാപ്തരായിരിക്കേണ്ടത് ആവശ്യമെന്ന് ഉള്ളതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം അഥവാ വേദപുസ്തകം ദൈവത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് നാം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുവാൻ പോകുകയാണ്. അത് നോക്കുവാൻ പോകുന്നത് ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്, ദൈവം ആര്. യോഹന്നാന്റെ സുവിശേഷം 1:18 നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തെ നാം ശരിയായി ഗ്രഹിക്കണമെങ്കിൽ അത് പുത്രനായ ക്രിസ്തുവിനെ നാം അറിയേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നതായ ആ വിഷയമാണ്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് അതേ ഒരു വാക്യം കാണുവാൻ കഴിയും. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോൾ ദൈവത്തെ കാണുവാനുള്ളതായ ആഗ്രഹം നമ്മുടെ എല്ലാ ഉള്ളങ്ങളിൽ ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ 33-ാം അധ്യായം 20-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്ന ഒരു പദമുണ്ട്, നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് യഹോവയായ ദൈവം മോശയോട് അരുളി ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ അധ്യായത്തിൽ തന്നെ 33-ാം അധ്യായം പുറപ്പാട് പുസ്തകം അതിന്റെ 23-ാം വാക്യത്തിൽ വരുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, പിന്നെ എന്റെ കൈ നീക്കും, നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണാവതല്ല. മോശ ദൈവത്തോട് സംസാരിച്ചു, ഭാഗികമായി അവനെ ദർശിച്ചു, എന്നാൽ ദൈവത്തിന്റെ മുഖം ദർശിക്കുവാൻ സാധിച്ചില്ല. ദൈവത്തിന്റെ ദാസനായ മോശയ്ക്ക് പോലും
അത് ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച മോശയ്ക്ക് പോലും ആ ദൈവത്തിന്റെ മുഖമോ മുഖസാദൃശ്യമോ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവം തന്നെ അത് മറച്ച് ഭാഗികമായിട്ട് മാത്രമാണ് മോശയ്ക്ക് ദൈവത്തെ കാണുവാനായിട്ട് കഴിഞ്ഞുള്ളൂ എന്ന് ദൈവത്തെ നമുക്ക് വായിപ്പാൻ തക്കോണം കഴിയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് ദൈവം ആരെന്ന് ഗ്രഹിപ്പാൻ തക്കോണം കഴിയും? ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുവാൻ പുത്രനായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആണ് യഥാർത്ഥമായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തിന് മഹത്വം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ? ദൈവത്തിന് മഹത്വം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ദൈവത്തിന് മഹത്വം. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പോൾ നിത്യജീവനാകുന്നു എന്ന് പറയുന്ന വിഷയത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയമാണ് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളത്. അപ്പോൾ നിത്യജീവൻ ഒരു വ്യക്തി പ്രാപിക്കണമെങ്കിൽ അവൻ ഒന്നാമതായി ദൈവത്തെ അറിയണം. ആ ദൈവത്തെ അറിയുന്നതിനൊപ്പം തന്നെ അത് ദൈവം അയച്ചതായ അത് യേശു ക്രിസ്തുവിനെയും അറിയേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. നാം നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ പിതാവായ ദൈവത്തെയും അവന്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയണം. അപ്പോൾ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന വിഷയം നാം കർത്താവിനെ അറിയുക എന്നുള്ളതാണ്. ആ ദൈവത്തെ അറിയുക. യോഹന്നാന്റെ സുവിശേഷത്തിലാണല്ലോ നാം ആ വാക്യം വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം അത് എഴുതിയതിനൊരു പ്രധാനമായ കാരണമുണ്ടായിരുന്നു. അതിന്റെ 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ വരുമ്പോൾ എന്തിന് 4-മതൊരു സുവിശേഷം കൂടെ എഴുതി എന്ന ചോദ്യത്തിന് ആ യോഹന്നാന്റെ സുവിശേഷം എഴുതിയതിന്റെ പർപ്പസ്, ഉദ്ദേശമാണ് അതിന്റെ 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ആർക്കെങ്കിലും വായിക്കാം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് എന്തിനെന്ന് ആ വാക്യത്തിൽ യോഹന്നാൻ പ്രതിപാദിച്ച് എഴുതുകയാണ്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് തെളിയിക്കേണ്ടതിനാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതുക. അത് തെളിയിക്കുക മാത്രമല്ല, ആ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ചിട്ട് നമുക്ക് ജീവൻ ഉണ്ടാകണം. അപ്പോൾ ഒരു വ്യക്തിക്ക് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, ജീവൻ പ്രാപിക്കണമെങ്കിൽ അവൻ ഒന്നാതെ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവം അയച്ചതായ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ആ വിഷയം. ദൈവത്തിന് മഹത്വം. അപ്പോൾ പിതാവായ ദൈവത്തിന് കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ ദൈവത്തിനൊരു വ്യക്തിത്വമുണ്ട്, അഥവാ ഒരു ആളത്വമുണ്ട്. എന്താണ് ദൈവത്തിന്റെ വ്യക്തിത്വം അഥവാ ആളത്വം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഗോഡ്സ് പേഴ്സണാലിറ്റി? പലരും ചോദിക്കാറുണ്ട്, ദൈവം എങ്ങനെയിരിക്കും? ആരും ദൈവത്തെ കണ്ടിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്ക് യഥാർത്ഥമായി ദൈവം ആരെന്ന് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ ആളത്വത്തെ കുറിച്ച് പറയുമ്പോൾ പേഴ്സണാലിറ്റി, ആളത്വം എന്ന് പറഞ്ഞാൽ ആളിന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന അറിവ്, സ്പർശന ശക്തി, ഇച്ഛാശക്തി എന്നിവയൊക്കെ ആശ്രയിച്ചാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. വെറുതെ മുഖതാവിൽ കാണുമ്പോൾ ഇന്നാരുടെ പേഴ്സണാലിറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമുക്കതിനെക്കുറിച്ച് രൂപം ലഭിക്കുമെങ്കിലും ആ വ്യക്തിയെക്കുറിച്ചുള്ള യഥാർത്ഥമായ വ്യക്തിത്വം എന്തെന്ന് നാം ഗ്രഹിക്കണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നിക്ഷിപ്തമായിരിക്കുന്ന ആ അറിവ്, അതുപോലെ സ്പർശന ശക്തി, ഇച്ഛാശക്തി എന്നിവയൊക്കെ ആശ്രയിച്ചാണ് പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. അതായത് പേഴ്സണാലിറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പൊസസിങ് നോളജ്, ഫീലിംഗ്സ് ആൻഡ് വിൽ പവർ. അപ്പോൾ ദൈവത്തിന്റെ ആത്മവൈശിഷ്ട്യം എന്ന് പറയുന്നത് എന്താണ്? നാം അതാണ് അടുത്ത ചില നിമിഷങ്ങൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഒരു വിഗ്രഹത്തിന് ഒരു വ്യക്തിത്വമില്ല.
അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു വിഗ്രഹത്തിന് സ്പർശനശേഷിയില്ല, അതിന് അറിവില്ല, അതിന് ജ്ഞാനമില്ല, ഇച്ഛാശക്തിയില്ല, പ്രതികരണ ശേഷിയില്ല. എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിത്വമായി തീരുള്ളൂ. അപ്പോൾ നമ്മുടെ ദൈവം, ജീവനുള്ള ദൈവം, നിത്യനായ ദൈവം എന്നൊക്കെ നാം പറയുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ നന്നായി അറിയുന്നു, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു, അവന് അതിനനുസരിച്ച് പ്രവർത്തിപ്പാനുള്ളതായ ആ കഴിവുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തിന് വ്യക്തിത്വത്തോടുകൂടി അത് ജീവിക്കുന്നവനും അത് നിർവചിക്കുവാൻ പറ്റിയ അഥവാ സുസ്ഥിരമായ സ്വഭാവ ഗുണങ്ങളോട് കൂടിയവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ നമ്മുടെ ദൈവത്തെ നാം വിശ്വസിക്കാൻ അവന്റെ ആ വ്യക്തിത്വം എന്താണെന്ന്, അവന്റെ ആളത്വം എന്താണെന്ന് നാം ഗ്രഹിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ ഗോഡ് ഈസ് എ പേഴ്സൺ, അവനൊരു ആളാണ്, ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വത്തോടു കൂടിയായ ആളാകുന്നുവെന്ന് നാം ഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. സ്വാധീനമോ കാണുവാൻ കഴിയാത്ത ഇലക്ട്രിസിറ്റിയെ പോലെയുള്ള ശക്തിയോ മാത്രമല്ല, അവൻ വ്യക്തിത്വത്തോടു കൂടിയ ആളത്വത്തോടു കൂടിയ ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഗോഡ് ഈസ് നോട്ട് ആൻ ഇൻഫ്ലുവൻസ് ഓർ അൺസീൻ ഫോഴ്സ് ഓർ പവർ ലൈക്ക് ഇലക്ട്രിസിറ്റി. ഇതിനൊക്കെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അത് ശക്തി എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ വെറും ശക്തി മാത്രമല്ല. യിരെമ്യാപ്രവചനം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. യിരെമ്യാപ്രവചനം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ആർക്കെങ്കിലും വായിക്കാമോ പ്ലീസ്? യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. ദൈവത്തിന് മഹത്വം. അപ്പോൾ യഹോവയെ കുറിച്ച് പറയുമ്പോൾ യഹോവയോ നിത്യ ദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ ശാശ്വതമായി ഉള്ളവനും നിത്യനും സത്യദൈവവുമായിരിക്കുന്നു. ദ ട്രൂ ഗോഡ് എന്ന് നമുക്ക് ആ പദം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലരുടെ പുസ്തകങ്ങളിൽ 14-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്ന ഒരു പ്രധാന വിഷയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം കൂടെ നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ആർക്കും വായിക്കാം പ്ലീസ്. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. പൗലോസ് അത് ശുശ്രൂഷിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാനമായിരിക്കുന്ന വിഷയമാണ്. അത് ആ പൗലോസിനെ അവർ വന്ദിക്കാൻ ചെല്ലുമ്പോൾ, പൗലോസിനെ ആദരിക്കാൻ ചെല്ലുമ്പോൾ പൗലോസ് പറയാണ്, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടത് ഏറ്റവും ആവശ്യം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, എല്ലാ വ്യക്തികളെ കുറിച്ചും ആഗ്രഹിക്കുന്നത് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവമാണ്. അവന് കഴിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്ക് അതുപോലെ തന്നെ വായിപ്പാൻ കഴിയും. 1 തെസ്സലോനിക്കർ 1:9 വായിക്കുമ്പോൾ നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നുവെന്ന് അവർ തന്നെ സാക്ഷ്യം പറയുന്നു. തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാർ അവരെങ്ങനെ വിഗ്രഹങ്ങളെ വിട്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നുവെന്ന് അവിടെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന് വ്യക്തിത്വമുണ്ടെന്ന് പറയാൻ കാരണം അവൻ അറിവുണ്ട്, അവൻ ജീവനുണ്ട്, അവന് അത് നമ്മെ കാണുവാനുള്ള കാഴ്ചപ്പാടുകളുണ്ട്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണ്. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലാവരും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കണ്ണ് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ വ്യക്തിക്ക് ജീവനുണ്ട്. കണ്ണ് ആക്ഷൻ നോക്കണം അഥവാ മൂവ് ചെയ്യണമെങ്കിൽ ജീവനുള്ളതിന്റെ മാത്രമേ കണ്ണിന് മൂവ്മെന്റ് ഉണ്ടാകുകയുള്ളൂ. ചലിക്കുന്ന കണ്ണ്. കർത്താവായ ദൈവം, പിതാവായ ദൈവം
തന്റെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് അവന്റെ ശക്തി വെളിപ്പെടുത്തേണ്ടതിന്, അവൻ ആരാണെന്ന് മനസ്സിലാക്കിക്കേണ്ടതിന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അവനെ അന്വേഷിക്കണം, അവന്റെ പാതയിലേക്ക് ചെല്ലണം, അവന്റെ ആ മുഖം നാം അന്വേഷിക്കണം. ഇതൊക്കെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത ഒരു കാര്യമാണിത്. അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അനേക ദൈവങ്ങളെ പലരും പലയിടത്തും വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ദൈവങ്ങൾക്കൊന്നും അത് ആ ചെന്ന് പറയുന്നത് കേൾക്കുവാനോ അതിനനുസരിച്ച് പ്രതികരിക്കുവാനോ ഉള്ളതായ ശക്തിയോ അതിനുള്ളതായ കഴിവോ ഇല്ലാതെ ഇരിക്കുമ്പോൾ നാം വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിൽ എല്ലാവും തന്നെ അന്വേഷിക്കുന്നവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്കായി അവന്റെ ചെവി തുറന്നിരിക്കുന്നു. നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്നു. ജീവനുള്ളതായ ദൈവം, സത്യദൈവം, അവന്റെ ആ ശക്തി നമ്മെ മുന്നോട്ട് നടത്തുവാൻ തക്കവണ്ണം അത് പര്യാപ്തമായ ആ വിഷയങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. 94-ാം സങ്കീർത്തനം വരുമ്പോൾ അതിന്റെ 11-ാം വാക്യത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്, മനുഷ്യരുടെ വിചാരങ്ങള് മായ എന്ന് യഹോവ അറിയുന്നു. നമ്മുടെ ചിന്തകൾ, നമ്മുടെ നാം എടുക്കുന്ന എല്ലാ കാര്യങ്ങളെയും അറിയുന്നവനായ ദൈവം. ദ ലോർഡ് നോയത്ത് ദ തോട്ട്സ് ഓഫ് മാൻ. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത. എനിക്ക് വേറൊരാളുടെ ചിന്തയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ മനസ്സിലാകുള്ളൂ. ആ ഉള്ളിലിരിക്കുന്ന ചിന്ത നമുക്ക് ഒരിക്കലും ഗ്രഹിപ്പാൻ തക്കവണ്ണം കഴിയുകയില്ല. എന്നാൽ നമ്മുടെ ദൈവം അത് വ്യക്തിത്വത്തോടു കൂടിയ, ആളത്വത്തോടു കൂടിയ, അറിവുള്ളതായ നമ്മുടെ ദൈവത്തിനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോവ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തോട്ട്സിനെ നമ്മുടെ തോട്ട്സിനെ അവൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഹിയസ് നോളജ്, അവൻ അറിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ദൈവത്തിനൊരു വ്യക്തിത്വമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവന് കണ്ണുണ്ട്. അവൻ നമുക്ക് കാണുവാൻ തക്കവണ്ണ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല അത് നിത്യനായ ദൈവം, അത് നമ്മളെ കേൾക്കുവാൻ, നമ്മൾ പറയുന്നത് കേൾക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ ശക്തനായിരിക്കുന്ന ആ ദൈവമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ആ വിചാരങ്ങളെ പോലും അറിയുന്നവനായ ആ ദൈവമാണ്. അത് ദൈവത്തിന്റെ സന്നിധി നമുക്കൊന്നും മറയ്ക്കുവാൻ തക്കവണ്ണം കഴിയില്ല. അവന് നോളജ് ഉണ്ട്, അഥവാ അറിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിന്റെ സ്വഭാവം, ദ ഗോഡ്സ് നേച്ചർ. എന്താ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്? ദൈവത്തിന്റെ നൈസർഗിക ഗുണങ്ങളെ കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് ഞാൻ പ്രാരംഭത്തിൽ അത് ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവാണ് പിതാവായ ദൈവത്തെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തേണ്ടതിന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ വേഷമെടുത്ത് പിതാവായ ദൈവത്തെ മാനവജാതിക്ക് കാട്ടിക്കൊടുക്കേണ്ടതിന് അത് പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടു വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം ആത്മാവാകുന്നു എന്ന ദൈവത്തെ നമുക്ക് വായിപ്പാൻ തക്കണം. ഗോഡ് ഈസ് സ്പിരിറ്റ്. ആത്മാവാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം നമുക്ക് സുപരിചിതമാണ്. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന്. അത് ആ ഭൂതത്തിന്റെ ഒരു ആത്മാവല്ല, അത് ദൈവത്തിനുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതിന് ആ ഭൂതത്തിന് ശരീരവും എല്ലും രക്തവും ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവന് ഇതെല്ലാം ഉണ്ടായിരുന്നു. അവൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അവന് രൂപാന്തരം വന്ന ശേഷം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് നോക്കാം. അതിന്റെ 24-ാം അധ്യായം 39-ാം വാക്യം വായിക്കാം. ദൈവത്തിന്റെ മഹത്വം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം ആർക്കൊന്ന് വായിച്ചാട്ടെ പ്ലീസ്. ഞാൻ തന്നെ ആകുന്നു എന്ന് എന്റെ കയ്യും കാലും നോക്കി അറിവീൻ, എന്നെ തൊട്ടു നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം തന്റെ ശിഷ്യന്മാർക്ക് കർത്താവ് വെളിപ്പെട്ടതായ ആ സന്ദർഭമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അപ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്.
കാരണം മനുഷ്യ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ പുതു ജീവനിൽ ആ പുതുശക്തിയോടെ കർത്താവ് ഉയർത്തു വന്നപ്പോൾ പറഞ്ഞതായ വിഷയമാണ്. അവരെല്ലാം വിചാരിച്ചു ഭൂതമാണ്. അത് കർത്താവ് അവരോട് അതുകൊണ്ടാണ് പറഞ്ഞത് തൊട്ടുനോക്കുവീൻ എന്ന് പറയാൻ കാരണം എന്താ? എന്നിട്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട് ഭൂതത്തിന് അതേ ആ മാംസമില്ല, അസ്ഥിയില്ല, അതുപോലെ മറ്റൊന്നും തന്നെ ഇല്ല. അത് വെറും ഒരു സ്പിരിറ്റായി മൂവ് ചെയ്യുമ്പോൾ അത് കർത്താവായ യേശുക്രിസ്തു പറയുന്നു ആത്മാവാകുന്ന ദൈവത്തിന് അവരുടെ ആളത്വത്തോടു കൂടിയ ആ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവത്തെക്കുറിച്ച് അനേക വാക്യങ്ങൾ നമുക്ക് ദൈവവചനത്തില് വായിപ്പാൻ തക്കണം കഴിയുന്നുണ്ട്. അവന്റെ ഗുണവിശേഷങ്ങളെ, അവന്റെ സ്വഭാവങ്ങളെ വിശദീകരിക്കുന്നതായ, അവന്റെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പ്രകീർത്തിക്കുന്നതായ അനേക വാക്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ വായിപ്പാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിലൊന്ന് തീമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ ആ ഗുണവിശേഷങ്ങൾ അവിടെ ആ സ്പഷ്ടമായി എടുത്തു പറയാൻ, നിത്യരാജാവായി അവൻ നിത്യനാണ്, അക്ഷയനാണ്, അദൃശ്യനായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനം. Now unto the King, eternal, immortal, invisible, the only wise God. അപ്പോൾ നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ സകലത്തെയും അറിയുവാൻ കഴിവുള്ളവൻ, അദൃശ്യനായവൻ, അത് അക്ഷയനായി, അത് ഇമ്മോർട്ടലായി, നശിക്കാത്തതായ ആ പ്രകൃതിയോടുകൂടെ ഉള്ളവനാണ്. അവൻ നിത്യനാണ്. ദൈവത്തിന് സ്തോത്രം. ആ ലേഖനത്തിൽ തന്നെ തീമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ എത്തുമ്പോൾ അതിന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് അത് കർത്താവിനെ കുറിച്ച് പറയുന്നതായ ആ പദപ്രയോഗം കൂടെ ഞാൻ അത് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ തക്കണം കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യൻ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അപ്പോൾ കർത്താവിനെ കുറിച്ചാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യൻ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമക്കളെ, ആ ദൈവമെന്ന് പറയുന്ന അമർത്യ, നശിച്ചു പോകാത്തതായ, അത് അടുത്തുകൂടുവാൻ കൂടാത്ത വെളിച്ചത്തിൽ, അതാണ് മോശയോട് പറഞ്ഞത്, നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഞാൻ കവർ ചെയ്യാം, അപ്പോൾ മാത്രമേ നിനക്ക് കാണുവാൻ കഴിയുള്ളൂ. അത്ര തേജസ്സോടുകൂടെ അത് ഉള്ളവനായ ആ ദൈവമാണ്. അവന്റെ ആളത്വം എന്ന് പറയുന്നത് ആ വ്യക്തി, അതെല്ലാം നാം അതിൽ നിന്ന് ഗ്രഹിപ്പാൻ തക്കണം കഴിയുന്നതായ ആ വസ്തുതയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. യെശയ്യാപ്രവചനം 45-ാം അധ്യായം 21ഉം 22ഉം വാക്യം കൂടെ വായിക്കാം. ദൈവത്തിന് മഹത്വം. യെശയ്യാപ്രവചനം 45-ാം അധ്യായം 21, 22 വാക്യങ്ങൾ. നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചു തരുവീൻ. അവർ അതാണോ? ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവുമില്ല. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. എന്നാണ് എന്റെ മുൻപിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. ആ 21-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ്, ഞാനല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ല, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവം രക്ഷിതാവുമില്ല. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ആ ഗുണവിശേഷങ്ങൾ, എന്നിട്ട് അവൻ ആഹ്വാനം ചെയ്യുന്നത് എന്താ? എല്ലാവരും അവങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടണം. ദൈവത്തിന് മഹത്വം. അപ്പോൾ രക്ഷയ്ക്ക് ഏറ്റവും നിദാനമായിരിക്കുന്നത് നാം ദൈവത്വങ്കിലേക്ക് മനുഷ്യൻ മടങ്ങി വരിക എന്നുള്ളതാണ്. ആ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വന്ന് അത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് ആ രക്ഷ പ്രാപിപ്പാൻ തക്കണം കഴിയുന്നത്. മാത്രമല്ല, പിതാവായ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ ഏകൻ. നമുക്ക് ത്രിത്വത്തെ കുറിച്ച് അറിയുവാൻ സാധിക്കും. അത് പിതാവ്, ആ പുത്രന്, ആ പരിശുദ്ധാത്മാവ്
എങ്കിൽ ഈ 3 ആളത്വവും വ്യക്തിത്വവും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ ഏകനായിരിക്കുന്നു. മറ്റ് മതങ്ങളിൽ, പ്രത്യേക ഹൈന്ദവ മതത്തിൽ അവർക്കും ട്രിനിറ്റി ഉണ്ടെന്ന്, ത്രിത്വം ഉണ്ടെന്നാ പറയുന്നത്. ബ്രഹ്മാവ്, വിഷ്ണു, ആ ശിവന്. പക്ഷെ മൂന്ന് അത് ജോലി അവർ ചെയ്യുന്നത്. അത് അവർ ആ ഓരോന്നിനെയും പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ പോവുകയുള്ളൂ. 3 പേരും ഒന്നിച്ച് ആക്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവാൻ ദൈവവും ഇത് ഏകനായി ഒന്നിച്ച് ഒരേ യൂണിറ്റിയിൽ പ്രവർത്തിക്കുന്ന ദൈവമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. The Lord our God is one God in contrast to the plurality of the pagan gods. ജാതീയ ദൈവങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതേ ഐക്യതയിൽ പ്രവർത്തിക്കുന്നതായ അതേ ത്രിത്വത്തിൽ, അതേ പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, അതേ പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. പക്ഷെ അവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഒരുമിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ അതേ കാനാവിലെ കല്യാണത്തിൽ അതേ ആളുകൾ വന്ന് വിഷയങ്ങൾ പറയുമ്പോൾ കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, അത് പിതാവ് അനുവദിച്ചിട്ടല്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കയില്ല. അപ്പോൾ ആ യൂണിറ്റിയിൽ പിതാവ് അനുവദിക്കുന്ന സമ്മത്ത് മാത്രമാണ്. ആ കർത്താവിന് ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ അത് പിതാവായ ദൈവത്തിന്റെ ആ യൂണിറ്റി വെളിപ്പെടുത്തേണ്ടതിനു വേണ്ടി അത് കുറെ നാളത്തേക്ക് മറച്ചിരുന്നു എന്ന് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പിതാവായ ദൈവത്തെ കുറിച്ച് നാം പറയുമ്പോൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുവാൻ കഴിഞ്ഞാൽ, ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. അവൻ അത് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ആ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അത് യെശയ്യാപ്രവചനത്തിൽ വരുമ്പോൾ 44-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വ്യക്തിത്വം, ആളത്വത്തോടു കൂടിയ ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. ആ ദൈവത്തെയാണ് നാം മനസ്സിലാക്കുന്നത്. അവന് അറിവുണ്ട്, ജ്ഞാനമുണ്ട്, ആ സ്പർശന ശേഷിയുണ്ട്, അവന് നമ്മുടെ വിഷയങ്ങൾ ഗ്രഹിക്കുവാനുള്ളതായ കഴിവുണ്ട്, അവന്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ഗ്രഹിപ്പാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവിക സ്വഭാവത്തെ രണ്ടായി വേർതിരിച്ച് നമുക്ക് ദൈവത്തിൽ പഠിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ആ സ്വഭാവം, ഗോഡ്സ് നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് എന്നും ഗോഡ്സ് മോറൽ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന്റെ അത് മറ്റാരുമായി പങ്കിടാൻ ആഗ്രഹിക്കാത്തതായ അവന് മാത്രമുള്ളതായ ആ സ്വഭാവ ഗുണങ്ങളാണ് നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് എന്ന് അറിയപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ സ്വഭാവം മറ്റാരുമായി ദൈവം പങ്കിടത്തില്ല. എന്നാൽ തനിക്ക് മോറൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതായത് നാമുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നതായ അതേ ദൈവത്തിന്റെ സ്വർഗീയമായിരിക്കുന്നതായ സാൻമാർഗീയമായിരിക്കുന്നതായ സദാചാരമായിരിക്കുന്നതായ ഗുണവിശേഷങ്ങൾ. അപ്പോൾ ദൈവത്തിന്റെ നേച്ചറിനെ തന്നെ രണ്ടായിട്ട് വിഭാഗിക്കാം. ഒന്ന് അത് നാച്ചുറൽ ആട്രിബ്യൂട്ട്സ്, മറ്റൊന്ന് മോറൽ ആട്രിബ്യൂട്ട്സ്. നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ദൈവം മറ്റാരുമായിട്ടും തനിക്ക് മാത്രമുള്ളതായ സ്വഭാവങ്ങളാണ്. എന്നാൽ മോറൽ ആട്രിബ്യൂട്ട്സ് അത് മറ്റെല്ലാവരുമായിട്ട് പങ്കിടുവാൻ ദൈവം ആഗ്രഹിച്ചാൽ ദൈവമക്കളോട് പറയുന്നുണ്ട്, അവൻ ചില ആഹ്വാനങ്ങൾ ചെയ്യുന്നുണ്ട്, അവനെ പോലെ നാം വിശുദ്ധരായിരിക്കണം. എന്നാൽ പിതാവായ ദൈവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവന് മാത്രമായുള്ള സ്വഭാവ ഗുണങ്ങൾ അഥവാ വിശേഷ ലക്ഷണങ്ങൾ ഒക്കെ അത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആൻ ആട്രിബ്യൂട്ട് ഈസ് എ ക്വാളിറ്റി ഓർ പ്രോപ്പർട്ടി ഓർ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സംതിങ്. ദൈവത്തിന് മാത്രമുള്ളതായ ചില സ്വഭാവങ്ങൾ, അത് മറ്റാരുമായിട്ടും അവന് ഒരിക്കലും പങ്കിടത്തില്ല. ദൈവത്തിന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ഗുണങ്ങൾ അഥവാ സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഹീ ഈസ് ഇറ്റേണൽ, അവൻ നിത്യനാണ്, നിത്യനായ ദൈവമാണ്. വേറെ ആരും നിത്യനായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കും. നാം നിത്യജീവൻ പ്രാപിക്കും എപ്പോൾ? കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയൂ. അങ്ങനെ ആകുമ്പോൾ നാം നിത്യതയിലെത്തും, നാം നിത്യരായി ജീവിക്കും. പക്ഷെങ്കിൽ
ആ ദൈവമെന്ന് പറയുന്നത് നിത്യനായ ദൈവം. ആ നിത്യനായ ദൈവത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും അവന് ആരംഭവും അവസാനവുമില്ല. അതേ വിഗ്രഹ ദൈവങ്ങൾക്ക് ഒരു തുടക്കമുണ്ട്, എന്നാൽ ജീവനുള്ള ദൈവത്തിന് ആരംഭമില്ല. അപ്പോൾ ദൈവം ഇറ്റേണൽ എന്ന് പറയാൻ, നിത്യനായ ദൈവം എന്ന് നാം വിളിക്കുവാൻ കാരണം എന്താ? അവൻ ആരംഭമില്ല, അതിന് അവസാനമില്ല. അതാണ് നാം ദൈവത്തിൽ വായിപ്പാൻ തൊക്കെ കഴിയുന്നത്. 90-ാം സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ, കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതം ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അപ്പോൾ ആരംഭമില്ലാതെ തലമുറയായി നമ്മുടെ സങ്കേതമായി, അതേ പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വീണ്ടും വായിക്കുന്നു, 1 തിമോത്തിയോസ് 1:17 വായിക്കുന്നു, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവം, ദൈവത്തിന് സ്തോത്രം. 102-ാം സങ്കീർത്തനത്തിന്റെ 24 വാക്യവും 27-ാം വാക്യത്തിൽ നാം നോക്കുമ്പോൾ, നിന്റെ സംവത്സരങ്ങൾ തലമുറയായി ഇരിക്കുന്നു, നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ അവൻ നിത്യനായ ദൈവമാണ്. ആ നിത്യനായ ദൈവത്തിന്റെ ആ സ്വഭാവ ഗുണം മറ്റൊരാൾക്കും ദൈവം പങ്കുവെക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നില്ല. അത് അവന് മാത്രം ഉള്ളതായ ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 57-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 57:15. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിന് മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. അതെ, ദൈവത്തിന്റെ ആ ഗുണവിശേഷം പറയുമ്പോൾ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ. അപ്പോൾ ദൈവത്തിന്റെ പേരുകൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസിയാണ്, പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ ആ നിത്യനായി ശാശ്വതവാസിയായി, അവന്റെ സംവത്സരങ്ങൾ തലമുറയായി ഇരിക്കുന്നു, അവൻ അനന്യനാകുന്നു, അവന്റെ സംവത്സരങ്ങൾക്ക് അവസാനമില്ല. അതുപോലെ അദൃശ്യനായി ഏക ദൈവമായി. അപ്പോൾ ദൈവത്തിന്റെ വ്യക്തിത്വം, അവന്റെ ആ നാച്ചുറൽ ആട്രിബ്യൂട്ട്സിൽ ഒന്നാമത്തത് നിത്യനായ ദൈവം എന്നുള്ളതായ ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ഇറ്റേണൽ, നിത്യനായ ദൈവം. ആ നിത്യനായ ദൈവമാണ് നമ്മെ നിത്യതയിൽ കൊണ്ടുപോകാൻ തക്കവണ്ണം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മെയും ആ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ, നിത്യരാക്കി തീർക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ നാം നിത്യമായി ജീവിക്കുവാൻ, ആ നിത്യജീവനെ നമുക്ക് പകർന്നു തരുവാൻ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആ വ്യക്തിത്വം, ആ സ്വഭാവം, നാച്ചുറൽ ആട്രിബ്യൂട്ട്സ്, അവന്റെ സ്വഭാവങ്ങൾ തന്നെ രണ്ടായി വേർതിരിക്കാമെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. അതായത് ഒന്ന്, മറ്റാരുമായി പങ്കിടാതെ അവന് മാത്രം ശേഷിക്കുന്നതായ ആ സ്വഭാവങ്ങൾ, അതാണ് നിത്യനായ ദൈവമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മറ്റൊന്ന്, രണ്ടാമത്, ഹീസ് അൺചേഞ്ചബിൾ, മാറ്റമില്ലാത്തവനാണ്. ഇമ്മ്യൂട്ടബിൾ എന്നൊക്കെ ഇതിന് പറയുവാനായിട്ട് കഴിയും. ദൈവത്തിന് മഹത്വം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇസ്രായേലിന്റെ മഹത്വമായവൻ ഫോഷ്ക്ക് പറയുകയില്ല, അനുദപിക്കുകയുമില്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യനല്ല. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവന് മാറ്റമില്ല. നമ്മളൊക്കെ വാക്ക് പറഞ്ഞാൽ മാറിപ്പോകും, നാം അത് മറന്നുപോകും, അല്ലെങ്കിൽ നാം അടുത്ത നിമിഷം നമ്മുടെ വാക്ക് മാറ്റും. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ മാറാത്തവൻ, മാറ്റമില്ലാത്തവൻ. അവന്റെ വാക്കിനൊരു വ്യത്യാസവും വരത്തില്ല, അവന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മലാഖയുടെ പ്രവചനം വായിക്കുന്നുണ്ടല്ലോ, 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ, യഹോവയായ ഞാന് മാറാത്തവൻ, ഫോർ ഐ ആം ദ ലോർഡ്, ഐ ചേഞ്ച് നോട്ട്. അത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചോ
അതേ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചോ യാതൊരു വ്യത്യാസവും വരാത്തവനായി മാറ്റമില്ലാത്തവൻ നമ്മുടെ ദൈവം ഒന്ന് നിത്യനായ ദൈവമാണ്. രണ്ട്, അത് മാറ്റമില്ലാത്തവനായി, അത് അൺചേഞ്ചിങ് ആയി, അത് ഇമ്മ്യൂട്ടബിൾ ആയി, എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിരുന്നാലും ദൈവത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസവും വരികയില്ല. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്ന 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയർത്തുന്ന വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്തുള്ള ആച്ഛാദനമോ ഇല്ല. അപ്പോൾ ഒരു വ്യത്യാസവും കാലഭേദത്തിനനുസരിച്ച് ഉണ്ടാകാത്തതായ ദൈവമാണ്. ഏതെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നാലും ഒരു വ്യത്യാസവും നമ്മുടെ ദൈവത്തിന് ഉണ്ടാകുകയില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനായി ഇരിക്കുന്നു. അവൻ മാറാത്തവനായി ഇരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ രണ്ടാമത്തെ നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് മാറ്റമില്ല എന്നുള്ളതാണ്. അത് നാം ഒന്ന് മുടിഞ്ഞു പോകാതിരിക്കുന്നു. ദൈവം മാറാത്തവനായതുകൊണ്ടാണ്. നമ്മളൊക്കെ വാക്ക് മാറ്റുന്നവരാ. അത് ഏതെങ്കിലും സാഹചര്യം വരുമ്പോൾ നമ്മുടെ വാക്കിന് അതൊക്കെ മാറ്റി അത് നാം അറിയാത്ത നിലയിൽ പറയാറുണ്ട്. എന്നാൽ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അവന്റെ അവസ്ഥയ്ക്കോ അവന്റെ വാക്കിനോ യാതൊരു വ്യത്യാസവും വരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന്, അത് മൂന്നാമതായിട്ട് ദൈവത്തിന്റെ നാച്ചുറൽ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഹി പൊസസ് ഓൾ പവർ. സർവശക്തനായ ദൈവം, ഒമ്നിപൊട്ടന്റ് ഗാഡ് എന്നാണ് ഇംഗ്ലീഷ് അതിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. അവന് സർവശക്തിയും നിറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിനുണ്ടായിരുന്ന ശക്തി ഒന്ന്, ക്രിയേറ്റീവ് പവർ, സൃഷ്ടിപ്പാനുള്ള ശക്തി പിതാവായ ദൈവത്തിനുണ്ടായിരുന്നു. സർവശക്തനായ ദൈവം, സർവശക്തനായ ദൈവം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സകല സൃഷ്ടിപ്പിനും ആവശ്യമായിരിക്കുന്ന ശക്തി പിതാവായ ദൈവത്തിന് ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 1-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 3-ാം വാക്യത്തിൽ എത്തുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കും, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടെ അവന്റെ വാക്കുകൊണ്ടാണ് അവൻ അത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതായിട്ട് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, വെളിച്ചം ഉണ്ടായി. അപ്പോൾ അവന്റെ വാക്കിന്റെ ശക്തി, ഒന്ന് സൃഷ്ടിപ്പിൻ ശക്തി അവനുണ്ട്, ക്രിയേറ്റീവ് പവർ. മറ്റൊന്ന് വാക്കിന്റെ, അവന്റെ വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി, ഉളവായി എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കിൽ ശക്തി ഉണ്ടായിരുന്നു. പവർ ബൈ സ്പീക്കിംഗ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ അവന്റെ വാക്കിന് ശക്തിയുണ്ട്. ആ വാക്കിന്റെ ശക്തി കൊണ്ട് അത് ദൈവം മനുഷ്യനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഉള്ള ഒരു വസ്തുവിൽ നിന്നാണ് മനുഷ്യൻ മറ്റൊന്നുണ്ടാക്കുന്നത്. അനേക ഡിസ്കവറീസ് ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. അനേക ഗവേഷണങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോന്നോരോന്ന് പുതിയ കണ്ടുപിടുത്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഉള്ള ഒരു വസ്തുവിൽ നിന്നാണ് മനുഷ്യൻ മറ്റൊന്നിനെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് സർവത്തെയും ഉളവാക്കുവാൻ കഴിവുള്ളവനായ ദൈവം, ഒന്നുമില്ലാതെ ഇരുന്ന സ്ഥാനത്തു നിന്ന് അത് ഉളവാക്കുവാൻ, അത് സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനായ ദൈവം. ഗോഡ് ക്രിയേറ്റ്സ് ഔട്ട് ഓഫ് നോൺ എക്സിസ്റ്റന്റ് മെറ്റീരിയൽസ്. അത് ഇല്ലാത്ത വസ്തുത, ഒന്നുമില്ല, ശൂന്യത്തിൽ നിന്നും സകലത്തെയും സൃഷ്ടിപ്പാൻ കഴിവുള്ളവനായ ആ ദൈവത്തിന്റെ സർവശക്തി അവിടെയാണ് നമുക്ക് ദർശിപ്പാൻ തക്കോണം കഴിയുന്ന. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും തന്റെ വാക്കുകൊണ്ട് വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവന്, തന്റെ ആ കരം കൊണ്ട് ഉണ്ടാക്കുവാൻ സൃഷ്ടിപ്പാൻ പ്രാപ്തനായിരിക്കുന്ന ദൈവം എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് ആ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ 42-ാം അധ്യായം ഇയ്യോബിന്റെ പുസ്തകത്തിൽ 2-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുകയാണ്, നിനക്ക് സകലവും കഴിയുമെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഐ നോ ദാറ്റ് thou canst do everything. നിനക്ക് സകലതും കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ആ ദൈവത്തിന്റെ അടുക്കലാണ് ഇന്ന് രാത്രി നാം അടുത്തു വരുന്നത്. ദൈവമക്കളെ, നമ്മുടെ ഏതെല്ലാം വിഷയങ്ങളായിരുന്നാലും ദൈവത്തിന്റെ ശക്തി കൊണ്ട്
നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തി തരുവാൻ തക്കവണ്ണം എന്റെ ദൈവം ആ മതിയായവനാണ്, അവൻ ശക്തനാണ്. നമ്മുടെ ഏതെല്ലാം ഭാരങ്ങളുമായിട്ട് അവന്റെ അടുക്കൽ നടത്തു എന്നാൽ മാറാത്തവൻ, മാറ്റമില്ലാത്തവൻ, സർവശക്തനായിരിക്കും ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തി തരുവാൻ തക്കവണ്ണം അവന് ആ കഴിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. 33-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. For he spake and it was done. He commanded and it stood fast. അപ്പോൾ ദൈവം അരുളി ചെയ്തു, അവന്റെ വാക്കുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും എന്ന് ഇന്ന് രാത്രി ദൈവമേ, നീ എന്നോടൊരു വാക്ക് കൽപ്പിച്ചാൽ, നിനക്ക് സർവശക്തനായ ദൈവമാണ്, നീ ആ കൽപ്പിച്ചാൽ അതെന്റെ ജീവിതത്തിൽ ആ സംഭവിക്കും എന്നുള്ള വിശ്വാസത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം, ആ ദൈവത്തിന്റെ കരം നാം ദൈവം ആരാണെന്ന് യഥാർത്ഥമായി വിശ്വസിക്കുമ്പോൾ, കാണുമ്പോൾ, പഠിക്കുമ്പോൾ, ഗ്രഹിക്കുമ്പോഴാണ് ആ ദൈവത്തിൽ നമുക്ക് കൂടുതൽ ആശ്രയിപ്പാൻ തക്കോണം ആ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം. യെരമ്യാ പ്രവചനം വായിക്കുന്നത് 32-ാം അധ്യായം 27-ാം വാക്യത്തിൽ വായിക്കും, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രി ദൈവ വചനം കേൾക്കുന്ന, ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നത്, യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. രോഗമായിരിക്കട്ടെ, അത് ഭൗമികമായ വിഷയങ്ങളായിരിക്കട്ടെ, അത് ജീവിതത്തിന്റെ പ്രതിസന്ധികളാകട്ടെ, ജീവിതത്തിൽ വരുന്നായ ഏതെല്ലാം വൈതരണികളാകട്ടെ, എന്തെല്ലാം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ഇന്ന് രാത്രി നാം വിശ്വസിക്കണം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. അവന്റെ വാക്കിന് അതേ കഴിവുണ്ട്. അവന്റെ വാക്കിന് എന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം കഴിയും. സകല ജഡത്തിന്റെയും ദൈവമായ യഹോവ, അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. Behold, I am the Lord, the God of all flesh. Is there anything too hard for me? Certainly not, for he can do anything or everything. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു വിഷയവും പരിഹാരം വരുത്തി തരുവാൻ ഒരു മനുഷ്യനും കഴിയാതിരിക്കുമ്പോൾ, അത് ദൈവമക്കളെ ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മെ ഉത്തേജിപ്പിച്ച് പറയുന്നെന്ന് ചോദിച്ചാൽ, എന്റെ ദൈവത്തിന് കഴിയാത്തതായ ഒരൊറ്റ കാര്യവുമില്ലാകിയാൽ ഇന്ന് രാത്രിയിൽ നാം അത് നമ്മുടെ വിഷയങ്ങളുമായി അവന്റെ അടുക്കലേക്ക് എന്നിട്ട് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അവന്റെ വാക്കുകൊണ്ട് പ്രവർത്തിപ്പാൻ, അവന്റെ ശക്തി കൊണ്ട് പ്രവർത്തിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനും മതിയായവനുമായിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിക്കണം, ദൈവത്തിൽ ഏൽപ്പിക്കണം. അത് എന്റെ ദൈവത്തിന്റെ ആ നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് അവൻ ആർക്കും അത് വിട്ടുകൊടുക്കത്തില്ല. സർവശക്തനായ ദൈവം വേറെ ആർക്കും സർവശക്തി അവൻ കൊടുക്കുകയില്ല. അവന് മാത്രമുള്ളതായ സ്വഭാവ ഗുണങ്ങളാണ്. മാറ്റമില്ലാത്തവൻ, അതേ നിത്യനായ ദൈവം, സർവശക്തനായ ദൈവം. നാലാമതായി ദൈവത്തിന്റെ അതേ നാച്ചുറൽ ആട്രിബ്യൂട്ട്സ്, സർവവ്യാപിയായ ഓംനി പ്രസന്റ് ഗാഡ്. He is present everywhere at one and the same time. ദൈവത്തിന് സ്തോത്രം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 27-ാം വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ, സ്വർഗത്തിലും സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സ്വർഗത്തില് അത് ഭൂമിയില് അടങ്ങാത്തവൻ, സ്വർഗത്തില് അടങ്ങാത്തവനായ ദൈവം, ദൈവത്തിന് സ്തോത്രം. 139-ാം സങ്കീർത്തനം 7 മുതൽ 9 വാക്യങ്ങൾ ആർക്കെങ്കിലും ദയവായിട്ട് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 139-ാം സങ്കീർത്തനം 7 മുതൽ 9 വാക്യങ്ങൾ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ
രാത്രി നാം ഇവിടെ വായിക്കുമ്പോൾ സമയം പോകുന്നുണ്ട്, ഞാൻ ആ വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് സർവ്വവ്യാപിയായിരിക്കുന്ന ദൈവം നാം ഏത് ഭാഗത്ത് പോയാലും അവിടെ എല്ലാം ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കും. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ആഴത്തിൽ ഇറങ്ങിപ്പോയാൽ, ഇരുട്ടിന് മറവിൽ പോയാൽ, അല്ല ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയാൽ, അവിടെയെല്ലാം നിന്റെ കൈ എന്നെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മെ കാണുന്നവനായ, നാം പോകുന്ന സ്ഥലത്തെല്ലാം നമ്മെ അനുഗമിക്കുന്നവനായ, ദൈവ സാന്നിധ്യം ഗ്രഹിപ്പാൻ കഴിയുന്നവനായ, സർവ്വവ്യാപിയായ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രവചനത്തിൽ നാം വായിക്കുമ്പോൾ 23-ാം അധ്യായത്തിൽ, അത് 23-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവവും അല്ലയോ? അപ്പോൾ നമ്മുടെ സമീപേ ഇന്ന് രാത്രി നാം ദൈവം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ സന്നിധിയെ കടന്നു വരുന്നായ ആ ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം, സർവശക്തനായ ദൈവത്തിന്റെ കരം നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നിന്റെ സന്നിധിയെ അവനുണ്ട്. അവന്റെ അടുക്കിലേക്ക് നാം അടുത്തു എന്ന് ആ ദൈവത്തോട് ഇന്ന് രാത്രി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ, ആ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ ശക്തനായി, പര്യാപ്തമായ, കഴിവുള്ളവനായ ദൈവത്തെയാണ് ഇന്ന് രാത്രിയിൽ നാം അതേ ശ്രദ്ധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെയാണ് നാം ആ വിശ്വസിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, അത് സമയം പോകുന്നുണ്ട്, വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കുവാൻ പോകുകയാണ്. കർത്താവ് വരാൻ താമസിച്ചാൽ നാം വീണ്ടും ഈ വിഷയം തന്നെ തുടർന്ന് അടുത്ത ആഴ്ചയിൽ ചിന്തിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രിയിൽ നാം ചിന്തിച്ചത് ദൈവം, അവന്റെ ആളത്വത്വം, അവന്റെ വ്യക്തിത്വം, അവൻ നമുക്ക് വേണ്ടി എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു, അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ, അവന്റെ ആ സ്വഭാവത്തെ തന്നെ രണ്ടായിട്ട് വേർതിരിക്കാമെന്നാണ് അവസാനമായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, അതിന്റെ നാച്ചുറലായിട്ട് അവനിൽ ഉള്ളതായ നാച്ചുറൽ ആട്രിബ്യൂട്ട്സ്, മറ്റൊന്ന് മോറൽ ആട്രിബ്യൂട്ട്സ്. ആ നാച്ചുറൽ ആട്രിബ്യൂട്ട്സിൽ തന്നെ നിത്യനായ ദൈവമായിരിക്കുന്നു, മാറ്റമില്ലാത്തവനായ ദൈവമായിരിക്കുന്നു, ആ സർവശക്തനായ ദൈവമായിരിക്കുന്നു, സർവവ്യാപിയായിരിക്കുന്ന ദൈവമായിരിക്കുന്നു എന്നൊക്കെ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ നാലാമത്തത് സർവജ്ഞാനിയായ ദൈവം. ആ വിഷയം ഇന്ന് രാത്രി വിശദീകരിപ്പാന്റെ മുൻപിൽ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. സകലത്തെയും നന്നായി ഗ്രഹിക്കുന്നവൻ, അവന്റെ മുൻപിൽ സകലവും നഗ്നവും മരണമായി കിടക്കുന്നു. ആ ദൈവമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. പിതാവായ ദൈവം പറയുന്നു, എന്നെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് പിതാവായ ദൈവത്തെ അത് ഗ്രഹിക്കുവാനും നിത്യജീവൻ പ്രാപിപ്പാനും, അത് നമുക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് പിതാവായ ദൈവം തന്റെ ഓമനകുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ അത് നമുക്ക് നമ്മുടെ ആശ്രയം വെച്ച് ആ കർത്താവിൽ നിന്ന് ഉള്ളതായ രക്ഷ പ്രാപിച്ച് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഏതൊരു വിഷയമായിരുന്നാലും ആ വിഷയത്തിന് മുഖത്ത് നമ്മെ സഹായിപ്പാൻ ശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി നമ്മെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിയുടെ യാമത്തിനായി സ്തോത്രം. അല്പനിമിഷം ദൈവവചനം ധ്യാനിപ്പാനുള്ള സാവകാശം നൽകിയല്ലോ. പിതാവായ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും അവന്റെ ആളത്വത്തെക്കുറിച്ചും അവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ ഇന്ന് രാത്രി ചിന്തിപ്പാൻ കഴിഞ്ഞല്ലോ. അത് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ആ ദൈവത്തിനെ കുറിച്ചുള്ളതായ ആ കർത്താവ്യ കാഴ്ചപ്പാട് ഞങ്ങളുടെ ഏത് അവസ്ഥയിലും ഞങ്ങളെ സഹായിപ്പാൻ, ഞങ്ങളെ ചാരെ അടുത്തു വരുന്ന ദൈവ സാന്നിധ്യം ഗ്രഹിച്ചുകൊണ്ട് മരുഭയാത്രയിൽ വിശ്വസ്തരായി, നിർമ്മലരായി, നിത്യജീവന്റെ അവകാശികളായി മുൻപോട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കേട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിനോട് ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. തിരുനാമത്തിന് മഹത്വം യേശുക്രിസ്തു നാമത്തിൽ യാചിക്കുന്നു. കൃപണ്ടായി കേൾക്കുമാറാകണമേ. ദൈവമായ കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രത്തോളം നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിരുന്ന് കർത്താവിന്റെ ശ്രേഷ്ഠ വചനം കേൾക്കുവാൻ തക്കണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവം അവൻ ആരാണ് എന്ന് ഗ്രഹിപ്പാന് ഈ രാത്രി സമയം കർത്താവിന്റെ ദാസൻ ദൈവാത്മാവ് കർത്താവിന്റെ ദാസിൽ കൂടെ നമ്മളോട് സംസാരിച്ചല്ലോ. സ്തോത്രം. നിത്യനായ രാജാവ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം.
ഹല്ലേലൂയ, മാറ്റമില്ലാത്ത ദൈവം, സർവശക്തനായ ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, സർവജ്ഞാനിയായി കർത്താവിനെ ആരാധിപ്പാന് ദൈവം നമുക്ക് ഭാഗ്യ പദവിയെ തന്നല്ലോ. സ്തോത്രം. യാതൊരു യോഗ്യതയും ഇല്ലാതെ നമ്മളെ തേടി വന്ന ആ കർത്താവിന്റെ സ്നേഹം. സ്തോത്രം. ഈ രാത്രി സമയം ദൈവസ്ഥിതി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവൻ. സ്തോത്രം. മനസ്താപവും മനോവിനയമുള്ളവരോട് വസിക്കുന്ന ഒരു ദൈവത്തെ സേവിപ്പാന് ഈ സന്ധ്യാസമയം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവം നമുക്ക് തന്ന ഭാഗ്യ പദവി ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതി. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാന് ദൈവം നമുക്ക് ഭാഗ്യ പദവിയെ തന്നല്ലോ. സ്തോത്രം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഈ സന്ധ്യാസമയം ആർക്കെങ്കിലും അങ്ങനത്തെ ഭാഗ്യ പദവി കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിനെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവമേ, ആ ഭാഗ്യ പദവി നീ എനിക്ക് തരണമേ. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നമുക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ സാധ്യമല്ല. കർത്താവിനെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അവന്റെ കൽപ്പന പ്രമാണിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാന് അവന് പ്രസാദകരമായ ജീവൻ നയിപ്പാൻ തക്കണം. ആ ദൈവകരങ്ങളിൽ നമ്മളതിനെ താഴ്ത്തി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവാം ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ പുറമേ സ്വന്തം ദേശത്ത് പ്രതിഷ്ഠ ആചരിപ്പാന് ഞങ്ങളെല്ലാവരെയും സഹായിച്ചാട്ട് സകലമാനമത തിരുമേനിക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തില് അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാകണമേ. വീഴാതവണ്ണം നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയില് കളങ്കമില്ലാത്തൊരു ആനന്ദത്തോടെ കഴിയുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ലോകത്തെമ്പോഴും എല്ലാ വിശുദ്ധന്മാരോടും പ്രത്യേകിച്ച് ഈ പ്രേരണ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാകട്ടെ. ആമീൻ. ഈ രാത്രിയിലും നമുക്ക് ജയനം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരുമാകണമേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കർത്താവിന് രാത്രികാലം അനുഗ്രഹമായി നമ്മൾ നടത്തിയത് ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഇന്ന് രാത്രികാലം പകർന്നു വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസനെ കർത്താവ് ഉപയോഗിച്ചത് ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നാം സേവിക്കുന്ന ദൈവം ആരെ എന്നുള്ളതായ യഥാർത്ഥ അറിവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ വർദ്ധിക്കുകയാണ്. ഇന്ന് രാത്രികാലം ആ ഒരു സ്നേഹത്തിന്റെ അവസ്ഥയിലേക്ക്, ദൈവിക സ്നേഹത്തിന്റെ അറിവിന്റെ അവസ്ഥയിലേക്ക്, വചനത്തിന്റെ ആഴത്തിലേക്ക് ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസൻ ഇറങ്ങിച്ചെന്ന് അതേ മുത്തുകളെ പെറുക്കി ഹല്ലേലൂയ സ്തോത്രം ജനത്തിന് പകർന്നു കൊടുക്കുവാൻ തക്കോണം ദാസനെ കർത്താവ് ഉപയോഗിച്ചത് ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസന്റെ ഡോക്ടർ മേത്തക്കുടി സാമുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അടുത്ത ചില ആഴ്ചകളിൽ കർത്താവിന്റെ ദാസൻ ബുധനാഴ്ചകൾ ദൈവത്തിന്റെ വചനം തുറന്ന് നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കും. തുറന്നുള്ള ഇതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും. കർത്താവിന്റെ അടിസ്ഥാന വേദോപദേശങ്ങൾ ആ വിഷയത്തിലുള്ള ബന്ധത്തിലായിരിക്കും കർത്താവിന്റെ ദാസൻ ദൈവജനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാവരും ഇതിന്റെ നോട്ട് കുറിച്ചെടുക്കും വളരെ പ്രയോജനം ചെയ്യും. ആർക്കെങ്കിലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ലിസൺ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ദിവസത്തെയും പഠനത്തിന്റെ റെക്കോർഡിങ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്കത് ലഭ്യമാണ്. ആർക്കെങ്കിലും ആ വിധത്തിൽ അതിനുള്ള സഹായം ആവശ്യമെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രികാലം ഈ സെഷൻ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ രാജു പാസ്റ്ററുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. മനോഹരമായ ഗാനം പാടിയതായ രാജൻ എബ്രഹാം സഹോദരനോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നാളെ രാവിലെ 5 മുതൽ 6 വരെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാൻ നമുക്ക് വീണ്ടും കടന്നു വരാം. ദൈവമായ കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ഒരുമിച്ച് കൂടി ഒന്ന് പ്രാർത്ഥിപ്പാൻ തക്കോണം ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നാളെ വൈകിട്ട് 8 മുതൽ 9 വരെ കുഞ്ഞുങ്ങൾക്കായുള്ളതായ ഇംഗ്ലീഷ് സെഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം 9 മണിക്ക് ശേഷം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയായി അതേ തിരുവചനം കേൾക്കുവാൻ തക്കോണം, നല്ല മനോഹരമായ ടെസ്റ്റിമണികൾ കേൾക്കുവാൻ തക്കോണം ദൈവമായ കർത്താവ് അവകാശം നൽകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടി കടന്നു വരുവാൻ തക്കോണം അപേക്ഷിക്കുന്നു. മറ്റുള്ളവരെയും ഉത്സാഹിപ്പിച്ചതിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രാത്രികാലം പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.
സാധു ഞാനീ ചോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. ആരുമേനിക്കില്ലെന്നു ഞാനേകനായി തീർന്നുവെന്ന് മാനസത്തിലാധി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധ